നിറഞ്ഞ് ഇന്ന് നമ്മൾ അല്പസമയം ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധ മാതാവിനെ കുറിച്ചാണ്. നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, മാതാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏതാനും ചില ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും പല ആളുകളും ചോദിക്കുന്നതും നമ്മളോട് ചോദിച്ചിട്ടുള്ളതും ഒക്കെ തന്നെയാണ്. നമുക്കറിയാം, ചില ആളുകൾ മാതാവിൽ നിന്നും മനുഷ്യരെ എങ്ങനെ അകറ്റണം എന്ന് നോക്കിക്കൊണ്ട് അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി തന്നെ പല തരത്തിലും ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് മാതാവ് പരിശുദ്ധ കന്യാമാതാവല്ലെന്നും ദൈവമാതാവല്ലെന്നും മാതാവിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്നും മാതാവിനെ തള്ളിക്കളയാമെന്നും തള്ളിപ്പറയാമെന്നും ഒക്കെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടർ ഒന്നാമതായി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങളൊക്കെ കന്യാമാതാവിനെ, യേശുവിൻ്റെ അമ്മയെ അമ്മയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, മാതാവിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. എന്നാൽ സ്വന്തം മകൻ ഈ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ച് കളിയാക്കി അപമാനിച്ചില്ലേ എന്ന് ചോദിക്കും. ഇങ്ങനെ സ്വന്തം മകൻ സ്ത്രീയെ എന്ന് വിളിച്ച് കളിയാക്കി അപമാനിച്ച് തരം താഴ്ത്തിയ ഒരു വ്യക്തിയെ നിങ്ങളെന്തിനാ എല്ലാവരും കൂടെ മാതാവെന്ന് വിളിക്കുന്നത്, ആ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തുന്നത്, മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളപ്പോൾ അവരോട് ചോദിക്കും, ഇങ്ങനെ ഈശോ എവിടെയാണ് മാതാവിനെ സ്ത്രീയെന്ന് വിളിച്ച് കളിയാക്കി അപമാനിച്ച് തരം താഴ്ത്തിയെന്ന് ചോദിക്കുമ്പം അവർ കാണിച്ചു തരും. ഉടനെ തന്നെ പറയും, ബൈബിൾ തുറക്കാൻ പറയും. വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, 4-ാം വചനത്തിൽ ഇപ്രകാരം ഈശോ വിളിക്കുന്നു: സ്ത്രീയെ എനിക്കും നിനക്കും എന്തേ എന്ന്. വീണ്ടും അവർ പറയും, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വചനത്തിലും കുരിശിൽ കിടക്കുന്ന ഈശോ താഴെ മാതാവ് നിൽക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന്. ഇങ്ങനെ ഈശോ വിശുദ്ധ സുവിശേഷത്തിൽ 2 പ്രാവശ്യം മറിയത്തെ, അഥവാ ഈശോയുടെ അമ്മ മാതാവിനെ സ്ത്രീയെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഈ തിരുവചന ഭാഗങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് ചില ആളുകൾ നമ്മളോട് പറയുന്നത്, കണ്ടില്ലേ, സ്വന്തം മകൻ തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ച് കളിയാക്കി അപമാനിച്ചു, തരം താഴ്ത്തി. ഈ സ്ത്രീയെ നിങ്ങളെന്തിനാ ഇത്ര ബഹുമാനിക്കുന്നത്, നിങ്ങളെന്തിനാ ഇങ്ങനെ ആദരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈശോ മറിയത്തെ സ്ത്രീയെന്ന് വിളിച്ചതും എന്നും മനസ്സിലാകണമെങ്കിൽ, അത് തരം താഴ്ത്താനുമല്ല കളിയാക്കാനുമല്ല എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ 2 വചനത്തിൽ മാത്രം നമ്മൾ നിന്നാൽ പോരാ. നേരെ മറിച്ച് നമ്മൾ നേരെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ പുസ്തകത്തിലേക്ക് ചെല്ലണം. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 15-ാം വചനത്തിൽ പിതാവായ ദൈവം ഇപ്രകാരം പറഞ്ഞു വെച്ചു: നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ നിത്യമായ ശത്രുത ഉളവാക്കുമെന്ന്. ശ്രദ്ധിക്കണം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ നിത്യമായ ശത്രുത ഉളവാക്കുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വചനത്തിൽ പിതാവായ ദൈവം പറഞ്ഞു വെച്ച ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വചനത്തിൽ കാണുന്ന സ്ത്രീയെന്നും യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വചനത്തിൽ കാണുന്ന സ്ത്രീയെന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് യേശു മിശിഹാ മാതാവിനെ സ്ത്രീയെ എന്ന് വിളിച്ചത്. ഇതെങ്ങനെയാണ് മനസ്സിലാകേണ്ടത്, ഇതെങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ആദവും ഹവ്വായും പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു. അതിനുശേഷം അവനെ ദൈവം പറയുന്നതാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും, സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ നിത്യമായ ശത്രുത ഉളവാക്കുമെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം സാത്താനെ ഇങ്ങനെ അകറ്റാനുള്ള ഒരു മാർഗത്തിലൂടെ കർത്താവ് യേശു മിശിഹായെ ഈ ഭൂമിയിൽ അവതരിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ഞാനിതാ ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കുന്നു. ആ സ്ത്രീയാണ് ഇവിടെ ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം വചനത്തിൽ നമ്മൾ കാണുന്നത്. അതായത്, ഒന്നും കൂടെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കണം, ധ്യാനിക്കണം. അനാദി കാലം മുതലേ പിതാവായ ദൈവം പ്രത്യേകമായി പേര് ചൊല്ലി തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് കാനായിലെ
കല്യാണ വിരുന്നിലും കുരിശിൻ ചൂട്ടിലും കാണുന്ന സ്ത്രീ എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അനാദികാലം മുതലേ പിതാവായ ദൈവം പേര് ചൊല്ലി വിളിച്ച് തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ കാണുന്ന ഈ പരിശുദ്ധ കന്യാമാതാവ്. കാനായിലെ വിവാഹ വിരുന്നിൽ കുരിശിൻ ചുവട്ടിൽ ഈശോയുടെ സന്തത സഹചാരിയായി നമ്മൾ കാണുന്ന മറിയം. ആ മറിയത്തെ അതുകൊണ്ടാണ് പിതാവായ ദൈവം അന്ന് പറഞ്ഞതുപോലെ തന്നെ പുത്രനായ ദൈവവും ഇവിടെ വെച്ച് സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത്, സ്ത്രീയെ എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിയണം, ഇങ്ങനെ ഈശോ മറിയത്തെ സ്ത്രീയെ എന്ന് വിളിച്ചത് കളിയാക്കാനല്ല, തരം താഴ്ത്താനല്ല, അപമാനിക്കാനല്ല. നേരെ മറിച്ച് പിതാവായ ദൈവം അനാദികാലം മുതലേ പേര് ചൊല്ലി വിളിച്ച് തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിക്കുന്ന വ്യക്തിയാണ് ഈ മറിയം എന്ന സത്യം ലോക ജനതയെ മുഴുവൻ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ മറിയത്തെ സ്ത്രീയെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, മാത്രമല്ല ഉത്തമഗീതം ഉടനീളം ഈ മറിയത്തെക്കുറിച്ച് ഒത്തിരിയേറെ അഭിസംബോധനയുണ്ട്. എന്നാൽ പ്രവാചകന്മാർ ഇങ്ങനെ ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടും അന്ന് കാലത്ത് ജനത്തിന് മനസ്സിലായില്ല ഏത് സ്ത്രീയെക്കുറിച്ചാണ് ഈ പറയുന്നത്, എന്താണ് ഇങ്ങനെ സ്ത്രീ സ്ത്രീ എന്ന് പറയുന്നത്, അത് ആരാ, ഏത് സ്ത്രീയാണെന്ന്. അതുകൊണ്ട് ഈശോയുടെ കാലഘട്ടമായപ്പം കർത്താവ് ഒരു കാര്യം ചെയ്തു. കല്യാണ വിരുന്നെന്ന് പറഞ്ഞാൽ ധാരാളം ആളുകളുണ്ട്, എന്നാൽ ഇത് തന്നെ ആകട്ടെ നല്ലൊരു അവസരം ഈ സ്ത്രീയെക്കുറിച്ച് വെളിപ്പെടുത്താൻ എന്ന് വിചാരിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന്. ഉടനെ തന്നെ ആളുകളൊക്കെ പറഞ്ഞു, ഇതേ കണ്ടില്ലേ സ്ത്രീ എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ പലരും പറയുന്നത് കേൾക്കാം, സ്ത്രീ എന്ന് വിളിച്ച് കളിയാക്കി അപമാനിച്ചില്ലേ എന്ന്. അതിനല്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ വചനത്തിലൂടെ നമ്മൾ ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പം ഉടനെ തന്നെ അവർ രണ്ടാമതൊരു ചോദ്യം ചോദിക്കും. ഈ കൂട്ടര് മാതാവിൽ നിന്ന് നമ്മളെ അകറ്റണമെന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുന്ന ആളുകൾ രണ്ടാമതായിട്ട് വീണ്ടും നമ്മളോട് വീണ്ടും ചോദിക്കും, മാതാവിന് എത്ര മക്കളുണ്ടായിരുന്നുവെന്ന്. നമ്മൾ പറയും, മാതാവിന് ഒരു കൊച്ച്, അത് കർത്താവ് വിശമിച്ചുക. ഉടനെ തന്നെ അവർ നമ്മളോട് പറയും, ഓ നിങ്ങൾക്ക് തെറ്റി, ബൈബിൾ വായിക്കാനിട്ടാ, ബൈബിൾ പഠിക്കാനിട്ടാ, മാതാവിന് ഒരു കൊച്ചൊന്നുമില്ല, പല പിള്ളേരും ഉണ്ടായിരുന്നു എന്ന് പറയും. എന്നാൽ ബൈബിളിലൊന്ന് കാണിച്ചു തരാൻ പറയും. ഉടനെ പറയും, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 26-ാം വചനം എടുക്കാൻ പറയും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം എടുക്കും. അതിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്ന നമുക്ക് കാണാൻ ആയിട്ട് നമുക്ക് സാധിക്കും. അതിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഈശോയുടെ അമ്മയും സഹോദരരും എന്ന ഹെഡിങ്ങിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 13-ാം വചനത്തിലും മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലും നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ഇവൻ്റെ അമ്മയല്ലേ മറിയം, യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ, ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മളെ കൊണ്ട് വായിപ്പിച്ചിട്ട് അവർ നമ്മളോട് ചോദിക്കും, കണ്ടില്ലേ മറിയത്തിന് ഒരു കൊച്ചല്ല, നിങ്ങൾ വെറുതെ അബദ്ധമായ കാര്യം വിശ്വസിക്കുക, മറിയത്തിന് ഒരു കൊച്ചല്ല. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാം വചനം നമ്മളെ കൊണ്ട് വായിപ്പിക്കുന്നത്. അത് ഇപ്രകാരമാണെന്ന് നമുക്കറിയാം: ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ. എന്നിട്ട് പറഞ്ഞു, ഇതേ മക്കളുടെ നമ്പർ പിടിച്ചോളെന്നും പറഞ്ഞ്, യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ, അതായത് ഈശോയുടെ സഹോദരന്മാർ. എന്നിട്ട് പറയും, ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. എന്നിട്ട് നമ്മളോട് ചോദിക്കും, അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ നമുക്ക് പറയാനുള്ളതെന്ന്. നമുക്ക് എന്താണ് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ? വചനമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താ പറയാനുള്ളത്? ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. നമ്മുടെ ഇളയപ്പൻ്റെ മക്കളെയോ വല്യപ്പൻ്റെ മക്കളെയോ നമ്മൾ എന്നെന്നാ വിളിക്കുന്നത്? ചേട്ടൻ, അനുജൻ, അനുജത്തി, ചേച്ചി, അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നൊക്കെ പറയുന്നത് പരിശുദ്ധ കന്യാമാതാവിൻ്റെ അടുത്ത രക്തബന്ധത്തിലുള്ള ആളുകളുടെ മക്കളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇതിൽ പറഞ്ഞു യാക്കോബ്, ജോസഫ്. ഇവരൊക്കെ ഓർക്കണം, സെബദി പുത്രന്മാരുടെ പേരെന്തെന്നാ? സെബദിയുടെ
മക്കളുടെ പേര് യാക്കോബും യോസഫും. അതായത് ഇങ്ങനെ ബന്ധങ്ങളിലുള്ളവരുടെ മക്കളെയാണ് ഇവിടെ സഹോദരന്മാർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതും കാണിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ തരത്തിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും, ഇവരൊക്കെ മാതാവിൻ്റെ മക്കളല്ല, മാതാവിൽ നിന്ന് ജനിച്ചവരല്ലായിരുന്നു എന്ന്. വീണ്ടും രണ്ടാമത്തെ തരത്തിൽ നമുക്കിത് തെളിയിക്കാനായിട്ട് സാധിക്കുന്നത്, ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. മഗ്ദലന മറിയത്തിനോട് ഈശോ പറഞ്ഞു, ഇതാ ഞാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൽ നമുക്ക് കാണാം, ഞാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നീ ഈ കാര്യം ഞാൻ ഇതുവരെയും എൻ്റെ പിതാവിൻ്റെ പക്കലേക്കും നിങ്ങളുടെ പിതാവിൻ്റെ പക്കലേക്കും ആരോഹണം ചെയ്തിട്ടില്ല. ഈ കാര്യം നീ ചെന്ന് എൻ്റെ സഹോദരന്മാരെ അറിയിക്കുക എന്ന് പറഞ്ഞു. മഗ്ദലന മറിയം ഓടിച്ചെന്ന് ഇക്കാര്യങ്ങൾ ഈ മഗ്ദലന മറിയം അറിയിച്ചത് സഹോദരന്മാരെ അല്ല, നേരെ മറിച്ച് ശിഷ്യന്മാരെ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, ഈശോ ആരെ അറിയിക്കാനാണ് പറഞ്ഞത്? സഹോദരന്മാരെ അറിയിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ഇതാ നിങ്ങളുടെ ദൈവത്തിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെ പക്കലേക്ക് ആരോഹണം ചെയ്യുക എന്ന് പറയുക. മഗ്ദലന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 18 വചനത്തിൽ. അതായത് ഈശോ മഗ്ദലന മറിയത്തെ ഒരു ദൗത്യം ഏൽപ്പിച്ചത് എൻ്റെ സഹോദരന്മാരോട് ചെന്ന് പറയുക എന്നുള്ളതാണ്. എന്നാൽ മഗ്ദലന മറിയം ചെന്ന് പറഞ്ഞത് എന്നതാ? ശിഷ്യന്മാരെ അറിയിച്ചു. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലെ അപ്പൻ മൂത്ത മകൻ തോമാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, തോമാസെ, വികാരിച്ചൻ്റെ അടുത്ത് ചെന്നിട്ട് വികാരിച്ചനോട് പറ, ഞാൻ 5 മണിയാകുമ്പോൾ പള്ളിയിലോട്ട് വരുന്നുണ്ട്, ഒന്ന് കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് വരും എന്ന് പറയാൻ പറഞ്ഞു. ഈ മൂത്ത മകൻ തോമാസ് ഓടിച്ചെന്ന് പള്ളിയിൽ നിന്ന് കപ്പ്യാരോട് പറഞ്ഞു, ഇതേ എൻ്റെ അപ്പൻ കുമ്പസാരിക്കാനായിട്ട് 5 മണിയാകുമ്പോൾ പള്ളിയിൽ വരും കേട്ടോ എന്ന്. അപ്പൻ ആരോട് പറയാനാ പറഞ്ഞേ? വികാരിച്ചനോട് പറയാനാ പറഞ്ഞേ. പക്ഷേ ഈ തോമാസ് എന്നാരോടെ പറഞ്ഞേ? കപ്പ്യാരോടെ പറഞ്ഞേ. ഇവിടെ ഈശോ മഗ്ദലന മറിയത്തെ ദൗത്യം ഏൽപ്പിച്ചത് ആരോട് പറയാനാ? കർത്താവ് ഈശോമിശിഹാ ദൗത്യം ഏൽപ്പിച്ചത് എൻ്റെ സഹോദരന്മാരോട് പറയാനാ. മഗ്ദലന മറിയം ചെന്ന് ശിഷ്യന്മാരെ വിവരം അറിയിച്ചു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ സഹോദരന്മാരായി കണക്കാക്കിയിരിക്കുന്നത് ശിഷ്യന്മാരെയാണ്. ഈ സത്യം ഈ മഗ്ദലന മറിയത്തിന് അറിയാം. അതുകൊണ്ടാണ് അവൾ ഓടിച്ചെന്ന് ശിഷ്യന്മാരെ വിവരം അറിയിച്ചത്. ഇത് മനസ്സിലാക്കാനായിട്ട്, ഇത് ലോജിക്കലായിട്ട് പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 3 അധ്യായം 35 വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഈശോ ചോദിച്ചു, ആരാണ് എൻ്റെ സഹോദരൻ, ആരാണ് എൻ്റെ സഹോദരി? എന്നിട്ട് യാക്കോബാണ്, ശിമയോനാണ്, യൂദാസാണ് എന്നല്ല ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ ആരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈശോമിശിഹാ സഹോദരനായിട്ട് സഹോദരിയായിട്ട് അമ്മയായി കരുതിയിരുന്നത് ശിഷ്യന്മാരെയാണ്. അതുകൊണ്ടാണ് മഗ്ദലന മറിയം ഓടിച്ചെന്ന് അവിടെ ചെന്ന് ശിഷ്യന്മാരെ വിവരം അറിയിച്ചത്. ഇങ്ങനെ നോക്കിയാലും നമുക്കറിയാം, കർത്താവ് ഈശോമിശിഹാ എന്ന ഈശോ എന്നൊരൊറ്റ വ്യക്തിയെ മാതാവിൽ നിന്ന് ജനിച്ചിട്ടുള്ളൂ, മറിയത്തിൻ്റെ മകൻ ഈശോ മാത്രമായിരുന്നു എന്ന്. ഇവർ പറയുന്നത് തെറ്റാണെന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. വീണ്ടും നമ്മൾ ഇതിൽ കാണുന്നുണ്ട്, ഇതിൽ പറഞ്ഞു ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ എന്നൊക്കെ. അതായത് പ്രിയപ്പെട്ടവരെ, ദൈവവചനം പല തരത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കാം. ശരിയായി വ്യാഖ്യാനിക്കാനും ആ വ്യാഖ്യാനം മനസ്സിലാക്കാനും സാധിക്കണമെങ്കിൽ ആധികാരികമായി തന്നെ നമ്മൾ ഈ വചനങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, ധ്യാനിക്കണം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും ഈ കൂട്ടര് മൂന്നാമത് നമ്മളോട് വീണ്ടും ഒരു ചോദ്യം ചോദിക്കും. അതിങ്ങനെയാണ്, നിങ്ങൾ ബൈബിൾ വായിക്കാറുള്ളതല്ലേ? അതേന്ന് പറയും. എന്നാൽ മത്തായിയുടെ സുവിശേഷം 1 അധ്യായം 25 വചനം എടുക്കാൻ പറയും. ആ 25 വചനത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് നമുക്കറിയാം. മറിയം ഈശോയ്ക്ക് ജന്മം നൽകുന്ന ആ തിരുവചന ഭാഗമാണ്. ഇതാ ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. ഈ വചനം നമ്മളെ കൊണ്ട് വായിപ്പിക്കും. ഒരു പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ അവർ പറയും, ഒന്നുകൂടെ വായിച്ചോ, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എപ്പോൾ പറയും? പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. ഇതാണ് മത്തായി 1:25 വചനം. ഇത് നമ്മൾ 2 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും, കണ്ടില്ലേ, ഈ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ
ഈ കുഞ്ഞിന് ജന്മം കൊടുത്തതിന് ശേഷം യൗസേപ്പും മാതാവും സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ദാമ്പത്തിക ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെട്ട് ജീവിച്ചില്ലേ എന്നാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. എന്നാൽ കത്തോലിക്ക സഭ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന പുസ്തകത്തിലും ഔദ്യോഗികമായും നമ്മളെ പഠിപ്പിക്കുന്നു മറിയം നിത്യകന്യകയായിരുന്നു എന്ന്. അപ്പം നമ്മളെ സഭ പഠിപ്പിക്കുന്നതും വചനം എഴുതി വച്ചിരിക്കുന്നതും വിരുദ്ധമാണ്. അതുകൊണ്ട് മറിയം നിത്യകന്യക അല്ലായിരുന്നു, പരിശുദ്ധ കന്യക അല്ലായിരുന്നു എന്നാണ് ഇവർ സ്ഥാപിക്കുന്നത്. നമുക്ക് എന്താണ് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ? ഇതിൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. മത്തായി ചേട്ടൻ, മറിയച്ചേർത്തി, മത്തായിയുടെ ഭാര്യ. ഇങ്ങനെയാണ്, മത്തായി മറിയച്ചേടത്തി മരിക്കുന്നതുവരെ ഒരു നേരത്തെ ഭക്ഷണം പോലും മത്തായി ചേട്ടനിൽ നിന്ന് കഴിച്ചിട്ടില്ല. മറിയച്ചേടത്തി മരിക്കുന്നത് വരെ ഒരു നേരത്തെ ഭക്ഷണം പോലും മറിയച്ചേടത്തിൽ നിന്ന് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? മറിയച്ചേടത്തി മരിച്ചതിന് ശേഷമാണ് മത്തായിൽ നിന്നും ഭക്ഷണം മേടിച്ച് കഴിക്കാൻ തുടങ്ങിയെന്നാണോ? അല്ല. വീണ്ടും ഒരു ഉദാഹരണം കൂടെ പറയാം. ത്രേസ്യാമ്മ ചേടത്തിക്ക് മരിക്കുന്നത് വരെ തൻ്റെ ഭർത്താവായ തോമാസിൽ നിന്ന് ഇടി കിട്ടിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ അർത്ഥം എന്നതാ? അപ്പം മരണശേഷവും തോമാസ് ത്രേസ്യയെ ഇടിച്ചു എന്നാണോ? അതുമല്ല. ഒരു ഉദാഹരണം കൂടെ പറയാം. വിനോദ് മരിക്കുന്നത് വരെ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം ഇവർ പറയുന്ന പോലെ പറഞ്ഞാൽ എന്നതാ? വിനോദ് മരണശേഷമാണ് വിമാനയാത്ര ആരംഭിച്ചതെന്ന്. അപ്പോൾ ഇതൊന്നും ശരിയല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെയും പറഞ്ഞു പ്രസവിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഓർക്കണം. മറിയത്തെ സംബന്ധിച്ചും യൗസേപ്പിനെ സംബന്ധിച്ചും അവരുടെ ദാമ്പത്യ ലൈംഗിക ജീവിതത്തിൻ്റെ മരണമണി മുഴങ്ങിയത് എന്നാണെന്നോ? പരിശുദ്ധാത്മാവ് ദൈവദൂതൻ അരുളി ചെയ്തു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. അതോടെ കഴിഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ട, മാത്രമല്ല തന്നിൽ നിന്നും ജനിച്ചത് ദൈവപുത്രനായ കർത്താവിശംശായാണെന്ന് അറിഞ്ഞതോടെ പിന്നെ ഒരു മാനുഷികമായ ഒരു വികാരത്തിൻ്റെ പുറത്തോ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തോ ഇവരങ്ങനെ ചെയ്യൂല. അപ്പം നമ്മളെ എല്ലാ തരത്തിലും വഴിതെറ്റിക്കാൻ ഈ കൂട്ടർ മാതാവിൽ നിന്നും അകറ്റാൻ പരിശ്രമിക്കും. നമ്മൾ ആധികാരികമായി വചനം മനസ്സിലാക്കിയാൽ ഒരു കാരണവശാലും ഒരാൾക്കും നമ്മളെ പരിശുദ്ധ മാതാവിൽ നിന്നും അകറ്റാൻ സാധിക്കില്ല. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മെഡിക്കൽ കോളേജിൽ ഒരു വർഷം ഒരു ബാച്ച് MBBS പഠിക്കുന്ന ബാച്ചുകാർ വന്നു. അവർ വന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും തന്നെ മഹാകുടിയന്മാരായി. സാധാരണയായി കുറേ 5ാമത്തെ വർഷമൊക്കെ കുറച്ച് പേരൊക്കെ കുടിക്കും. ഇത് ആദ്യ വർഷം തന്നെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കുടിയന്മാരായി. ഒരു ദിവസം ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ 2 ഗ്ലാസ് കൊണ്ടുവന്നു. ഒരെണ്ണത്തിൽ നിറയെ പച്ചവെള്ളം ഒഴിച്ചു, ഒരു ഗ്ലാസ്സിൽ നിറയെ വാറ്റുചാരായ ഒഴിച്ചു. എന്നിട്ട് ഈ പച്ചവെള്ളത്തിലേക്ക് ഒരു മണ്ണര എടുത്ത് ഇങ്ങനെ ഇട്ടു. അപ്പോൾ ആ പിള്ളേരൊക്കെ നോക്കിയിരിക്കുക. ഈ മണ്ണര അതിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞപ്പം ഈ അധ്യാപക ആ മണ്ണരയെ എടുത്ത് വാറ്റുചാരായ ഒഴിച്ചു വെച്ച ഗ്ലാസ്സിലോട്ട് ഇട്ടു. അതിൽ വീണതും ഈ മണ്ണര പെടഞ്ഞ് ചത്തു. ഉടനെ അധ്യാപകൻ ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്നതാ മനസ്സിലായേ? ഒരു മിടുക്കൻ കൊച്ചുണ്ടായിരുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, സാറേ, വയറ്റിലെ വിര ചാകാൻ വാറ്റുചാരായം വളരെ നല്ലതാണ്. വയറ്റിലെ വിര ചാകാൻ വാറ്റുചാരായം വളരെ നല്ലതാണ്. അധ്യാപകൻ ഉദ്ദേശിച്ചത് എന്നാ? മക്കളെ, നിങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് കുടിച്ച കുടലൊക്കെ കരിഞ്ഞ് നിങ്ങൾ ചത്തുപോകും. ആ കൊച്ചുങ്ങൾ മനസ്സിലായത് നേരെ വിപരീതമാണ്. പ്രിയപ്പെട്ടവരെ ഓർക്കണം, മാതാവിൽ നിന്ന് നമ്മളെ അകറ്റാൻ ആരൊക്കെ പരിശ്രമിച്ചാലും അകന്നു പോകരുത്. കൂടുതൽ അടുക്കണം. അമ്മയുടെ മാധ്യസ്ഥം വിളിക്കണം, അമ്മയുടെ സംരക്ഷണം വിളിക്കണം, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ അകറ്റാൻ പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി കൂടി മാതാവിനോട് പ്രാർത്ഥിക്കണം. ദൈവമാതാവ് മാനസാന്തരപ്പെടുത്തട്ടെ. ദൈവമാതാവ് നമ്മളെയൊക്കെ വിശ്വാസത്തിൽ വളർത്തട്ടെ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ